അതിഥി തൊഴിലാളികളുടെ കൂലി കുത്തനെ ഉയരുന്നത് ഹോട്ടൽ നിർമ്മാണ മേഖലകളെ കടുത്ത പ്രതിസന്ധിയിലാക്കുന്നു. തിരഞ്ഞെടുപ്പും ഉത്സവങ്ങളും കഴിഞ്ഞ് നാട്ടിൽ നിന്ന് തിരിച്ചെത്തുന്ന തൊഴിലാളികൾ ദിവസക്കൂലിയായി 1000 രൂപയ്ക്കും അതിലധികവും ആവശ്യപ്പെടുന്നതാണ് ആശങ്ക വർദ്ധിപ്പിക്കുന്നത്. ആവശ്യപ്പെട്ട കൂലി നൽകാൻ തയ്യാറാകാത്ത സ്ഥാപനങ്ങൾ തൊഴിലാളികളെ ഒഴിവാക്കുന്ന സാഹചര്യവുമുണ്ട്. കേരളത്തിലെ അതിഥി തൊഴിലാളികളിൽ ഭൂരിഭാഗവും പശ്ചിമ ബംഗാൾ, അസം, തമിഴ്നാട്, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ്. ബംഗാളിൽ നിന്നുള്ള തൊഴിലാളികളിൽ വലിയൊരു വിഭാഗം നിർമ്മാണ മേഖലയിലാണ് പ്രവർത്തിക്കുന്നത്. ഹോട്ടൽ മേഖലയിൽ ബംഗാൾ, ഒഡീഷ, അസം എന്നിവിടങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളുടെ സാന്നിധ്യം കൂടുതലാണ്. തിരഞ്ഞെടുപ്പും പെരുന്നാളുകളും പ്രമാണിച്ച് നാട്ടിലേക്ക് മടങ്ങിയ തൊഴിലാളികളിൽ ചെറിയൊരു വിഭാഗം മാത്രമാണ് ഇതുവരെ തിരിച്ചെത്തിയിട്ടുള്ളത്. ഇതോടെ തൊഴിലാളി ക്ഷാമം രൂക്ഷമായി തുടരുകയാണ്. ഈ സാഹചര്യം മുതലെടുത്ത് ഉയർന്ന കൂലി ആവശ്യപ്പെടുന്നതായാണ് തൊഴിലുടമകളുടെ പരാതി. നിർമ്മാണ മേഖലയിൽ നേരത്തെ മേസ്തിരിക്ക് 1000 രൂപയും സഹായിക്ക് 900 രൂപയുമായിരുന്നു ദിവസക്കൂലി. എന്നാൽ പെരുമ്പാവൂർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ കൂലി വീണ്ടും ഉയർന്നു. നിലവിൽ മേസ്തിരിക്ക് 1500 രൂപയും സഹായിക്ക് 1300 രൂപയും വരെ വേണമെന്നാണ് തൊഴിലാളികളുടെ ആവശ്യം. ഹോട്ടൽ മേഖലയിലും സമാന അവസ്ഥയാണ്. ഒരു തിരക്കേറിയ ഹോട്ടലിൽ കുറഞ്ഞത് 5 അതിഥി തൊഴിലാളികളെങ്കിലും ജോലി ചെയ്യുന്നുണ്ട്. ഭക്ഷ്യവസ്തുക്കളുടെ വില വർദ്ധിച്ച സാഹചര്യത്തിൽ തങ്ങൾക്കും കൂടുതൽ കൂലി ലഭിക്കണമെന്നാണ് തൊഴിലാളികളുടെ നിലപാട്. അതേസമയം വിലക്കയറ്റവും തൊഴിലാളി ക്ഷാമവും നേരിടുന്ന സാഹചര്യത്തിൽ ഉയർന്ന കൂലി കൂടി നൽകേണ്ടി വരുന്നത് ചെറുകിട ഹോട്ടലുകൾക്കും നിർമ്മാണ കരാറുകാർക്കും വലിയ സാമ്പത്തിക ബാധ്യതയാകുകയാണെന്ന് ബന്ധപ്പെട്ടവർ പറയുന്നു. തൊഴിൽ ചിലവ് ഉയരുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങളുടെയും ഹോട്ടൽ സേവനങ്ങളുടെയും ചിലവ് ഇനിയും വർദ്ധിപ്പിക്കുമെന്ന ആശങ്കയും ശക്തമാവുകയാണ്.